നമ്മൾ നാട്ടിൽ നിന്ന് വരാൻ റെഡി ആയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അക്കോമഡേഷൻ കിട്ടുന്നുണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുവൈറ്റ് പ്രൈവറ്റിലേക്ക് വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ. അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻസ് ആണ്. ഞാൻ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ ഇപ്പോൾ വേക്കൻസീസ് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞ് പഴയതുപോലെ ഇല്ല കേട്ടോ. കാരണം 2-3 മാസം മുന്നേ ഇവിടെ ഇൻഷുറൻസിൻ്റെ പ്രശ്നം കാരണം കുറേ നഴ്സുമാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ തന്നെ നിന്ന് കുറേ ഹോസ്പിറ്റലുകളിൽ കയറിയവരുണ്ട്, കുറേ പേര് നാട്ടിലൊക്കെ തിരിച്ചു പോയവരുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വേക്കൻസീസ് വളരെ കുറവാണ്. പക്ഷേ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ അത്യാവശ്യം നല്ല സാലറിയിൽ, കുഴപ്പമില്ലാതെ 400 ബേസിക് സാലറിയിൽ കയറുന്നവരുണ്ട്. നിങ്ങൾക്ക് എംഒഎച്ചിലേക്കുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കുവൈറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂസ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എംഒഎച്ചിലേക്ക് തന്നെ കയറാൻ നോക്കുക കേട്ടോ. രണ്ടാമത്തെ ചോയ്സാണ് പ്രൈവറ്റ്. നമുക്ക് എംഒഎച്ച് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രൈവറ്റിൽ വരാവൂ. മാക്സിമം നിങ്ങൾ എംഒഎച്ചിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രൈവറ്റിലാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവിടെ അക്കോമഡേഷന് കൊടുക്കുന്നുണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് NOC റിലീസും ഒക്കെ അവർ എത്ര വർഷം കഴിഞ്ഞാണ് തരുന്നത്, എത്ര വർഷത്തെ കോൺട്രാക്റ്റ് ആണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം കയറാൻ കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അവർ NOCയും റിലീസും തരാതെ നമുക്ക് മാറാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ച് നമ്മുടെ നാട്ടിൽ പോയിട്ട് വീണ്ടും നമ്മൾ എക്സാം ഒക്കെ എഴുതി വീണ്ടും വരേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണം വരാൻ. അതുപോലെ തന്നെ സർവീസ് മണിയൊക്കെ എത്രയാണെന്ന് അന്വേഷിക്കണം. ചിലവർ 5 ലക്ഷം രൂപ മേടിക്കുന്നവരുണ്ട്, 3 ലക്ഷം രൂപ മേടിക്കുന്നവരുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ചും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയാവുന്നവരെയും കൊണ്ടൊക്കെ അന്വേഷിപ്പിച്ചാണെങ്കിലും അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ചില ഹോസ്പിറ്റലുകാർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും, ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്നാണ് ചിലവാക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് മാത്രമേ നിങ്ങൾ പ്രൈവറ്റിലേക്ക് ജോയിൻ ചെയ്യാവൂ. മാക്സിമം നിങ്ങൾ ഗവൺമെൻറ്റിലോട്ട് വരിക തന്നെ ചെയ്യാവൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഇവിടെ വന്ന് പല വിസയിൽ ഇവിടെ വന്നിട്ട് വർക്ക് വിസയിലൊക്കെ വന്നിട്ട് ഇവിടെ എക്സാമൊക്കെ എഴുതി നമ്മൾ കയറുന്നവർക്ക് കുറച്ചും കൂടെ സാലറി ഹൈ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ നിൽക്കുന്നവർക്കാണ് കുറച്ചും കൂടെ സാലറി കൂടുതൽ. ഇവിടുന്ന് NOCയും റിലീസും ഒക്കെ വാങ്ങിച്ചിട്ട് വേറൊരു പ്രൈവറ്റ് ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ ഒക്കെ കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവരെക്കാളും. അപ്പം ഇവിടുന്ന് മാറി കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി കിട്ടും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെയൊക്കെ ഒരു സാലറി കിട്ടുന്ന ഹോസ്പിറ്റലും ക്ലിനിക്കുകളും ഒക്കെ കിട്ടും. പക്ഷേ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊരു ബേസിക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇൻക്രിമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പ്രൊമട്രിക് എഴുതി മാത്രമേ നമുക്ക് പ്രൈവറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. നേരത്തെ MOH ഒക്കെ ആയിരുന്നു, ഇപ്പോൾ അത് പ്രൊമട്രിക്കാക്കി. അപ്പം നിങ്ങൾ പ്രൊമട്രിക് എഴുതി മാത്രമേ നമുക്ക് പ്രൈവറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഗവൺമെൻറ്റിനെ കൊടുക്കുകയുള്ളൂ, സെക്കൻഡാണ് പ്രൈവറ്റ്. അപ്പം നിങ്ങൾക്ക് ഒരു രീതിയിലും കിട്ടില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രൈവറ്റിൽ ജോയിൻ ചെയ്യാവൂ കേട്ടോ. അപ്പം പ്രൈവറ്റ് മോശമാണെന്നല്ല പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇവിടുന്ന് ലോക്കലി കയറാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പ്രൈവറ്റിൽ നിന്ന് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടോ ക്ലിനിക്കിലോട്ടോ ഒക്കെ മാറിക്കയറുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയോടെ, നാട്ടിൽ നിന്ന് വരുന്നവരെക്കാളും നല്ല സാലറിയോടെ നമുക്ക് മാറാൻ പറ്റും കേട്ടോ. അപ്പം അതെല്ലാം അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളും എവിടെ ജോലിക്ക് കയറിയാലും നമ്മൾ എന്താണെങ്കിലും നന്നായിട്ട് തിങ്ക് ചെയ്ത് ആലോചിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പോൾ വേറൊരാളുടെ അഭിപ്രായം നോക്കാതെ സ്വയമായിട്ട് തന്നെ തീരുമാനിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ബൈ.